ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. താമരശ്ശേരി ചുരം റോഡിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം ജില്ലാ കളക്ടർ സന്ദർശിച്ചു. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം ഓഗസ്റ്റ് 31 ആനക്കാംപൊയിലിൽ. MES ഓണാഘോഷത്തിലൂടെ സംസാരിക്കുന്നത് സ്നേഹത്തിന്റെ ഭാഷയെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. അവശ്യ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് മലബാർ കുക്കിംഗ് ആൻഡ് കാറ്ററിംഗ് യൂണിയൻ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. താമരശ്ശേരി ചുരം റോഡിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് സന്ദർശിച്ചു. സ്ഥലത്തെ സ്ഥിതിഗതികളെ കുറിച്ച് ജനപ്രതിനിധികളുമായും ഉദ്യോഗസ്ഥരുമായും കളക്ടർ ആശയവിനിമയം നടത്തി. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ പറയാൻ പറ്റില്ല. ജോലിയായിട്ട് നോക്കും എവിടെയാണ് ഇവിടെ ഓക്കെ ആണെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കും, അല്ലെങ്കിൽ ഡിമോളിഷൻ ആവശ്യമുണ്ടെങ്കിൽ ഡിമോളിഷ് ചെയ്യേണ്ടി വരും മാനുവലായിട്ട്. ഇത്ര സൈസും എത്ര ക്വാളിറ്റിയാണ് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കേണ്ടി വരും. അത് ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ നമുക്ക് പറയാൻ പറ്റില്ല. അവർ ജി ആർ ലുക്കിംഗ് ആറ്റ് ഇറ്റ്. ഗ്യാസിംഗ് വാൾ ഓക്കെ ആണോ അല്ലെങ്കിൽ റീറ്റെയിനിങ് വാൾ ആണോ, എന്താ സംഭവം. അതുകൊണ്ട് ഇത് എല്ലാ റീറ്റെയിനിങ് വാൾ ജനറലി ഒരു സോയിൽ സ്ട്രക്ചറിലാണ്. റോക്ക് സ്ട്രക്ചറിൽ അങ്ങനെ ഒരു റീറ്റെയിനിങ് വാൾ അങ്ങനെയല്ല. പക്ഷേ എക്സ്പേർട്ട്മാർ പറയും എങ്ങനെയാണ് പോസിബിൾ. മൈ ഓൺലി റിക്വസ്റ്റ് ടു പബ്ലിക് നമുക്കൊരു പേഷ്യൻ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ ഒരു ബ്ലോക്ക് ഇല്ല. ഈ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യും. കാരണം ഒരു സ്മോൾ വെഹിക്കിൾസ് അലൗ ചെയ്യുന്നുണ്ട്. വലിയ വണ്ടി അലൗ ചെയ്യുമ്പോൾ എങ്ങനെ ചില പ്രശ്നം സാധിക്കുന്നുണ്ട്. അതിൽ പോലീസിന്റെ സഹായം കൂടുതൽ ആവശ്യമുണ്ട്. പോലീസിനെ കൂടി സപ്പോർട്ട് ചെയ്യണം. താമരശ്ശേരി ചുരം പാതയിൽ നിലവിൽ അപകട ഭീഷണിയില്ലെന്ന് ജില്ലാ കളക്ടർ സന്ദർശന ശേഷം വിലയിരുത്തി. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ ജിയോളജിസ്റ്റ്, സോയിൽ കൺസർവേഷൻ ഓഫീസർ, തഹസിൽദാർ, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉൾപ്പെടുന്ന സംഘം വിശദ പരിശോധന നടത്തിയിരുന്നു. അതേസമയം മഴ ശക്തമായാൽ വീണ്ടും പാറക്കഷ്ണങ്ങൾ റോഡിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ടെന്നും മണ്ണിടിച്ചിൽ കാരണം നിലവിൽ റോഡിന് പ്രശ്നങ്ങളുള്ളതായി കണ്ടെത്തിയിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ വിശദമായ പരിശോധനകൾ നടത്തുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നജമുന്നീസ ഷെരീഫ്, വൈസ് പ്രസിഡന്റ് ഷിജു ഐസക്, താമരശ്ശേരി തഹസിൽദാർ സി സുബൈർ, താമരശ്ശേരി ഡിവൈഎസ്പി കെ സുഷീർ, പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാത വിഭാഗം, റവന്യൂ, പോലീസ്, ഫയർഫോഴ്സ്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും കളക്ടറോടൊപ്പം ഉണ്ടായിരുന്നു. കോഴിക്കോട് റൂറൽ SP KE ബൈജുവും സംഭവസ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം ആരംഭിക്കുന്നു. നിർമ്മാണോദ്ഘാടനം ഓഗസ്റ്റ് 31 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ആനക്കാംപൊയിൽ നടക്കുന്ന പരിപാടിയിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. 2134 കോടി രൂപ കിഫ്ബി ധനസഹായത്തിലാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണം നടക്കുന്നത്. താമരശ്ശേരി ചുരത്തിലെ തിരക്കുകൾ ഒഴിവാക്കുന്നതിനും കൊച്ചി ബാംഗ്ലൂർ വ്യാവസായിക ഇടനാഴിയുടെ ഭാഗമാകുന്നതിനും ടൂറിസം മേഖലയിൽ അനന്തമായ സാധ്യതകളുടെ വാതിൽ തുറക്കുന്നതുമായ തുരങ്കപാത വികസനത്തിൽ വൻ കുതിച്ചുചാട്ടം നടത്തുമെന്ന് സംഘാടക സമിതി ചെയർമാൻ ലിൻഡോ ജോസഫ് MLA പറഞ്ഞു. ആ സാധ്യതാ പഠനങ്ങൾക്ക് ശേഷമാണ് ടണൽ എന്ന ആശയത്തിന് ഇരട്ട തുരങ്കം ടിൻ ട്യൂബ് ടണൽ എന്ന ആശയം ഉണ്ടാവണമെന്നുള്ള കാര്യങ്ങൾ മുന്നോട്ട് വരുന്നത്. ടിൻ ട്യൂബ് ടണൽ വന്നതോടുകൂടി തുക നേരെ ഇരട്ടിക്കുന്ന സാഹചര്യം ഉണ്ടായി. 2100 കോടിയിലധികം രൂപ വേണ്ടിവരുന്ന സാഹചര്യം ഉണ്ടായി. തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം ഓഗസ്റ്റ് 31 ആനക്കാംപൊയിൽ സെന്റ് മേരീസ് UP സ്കൂൾ ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രിമാർ, MP-മാർ, MLA-മാർ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രതിനിധികൾ തുടങ്ങിയവരും സംബന്ധിക്കും.
വാർത്താസമ്മേളനത്തിൽ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ, സംഘാടക സമിതി ജനറൽ കൺവീനർ ടി വിശ്വനാഥൻ, വി കെ ബിനു തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. MES ഓണാഘോഷത്തിലൂടെ സംസാരിക്കുന്നത് സ്നേഹത്തിന്റെ ഭാഷയാണെന്ന് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. MES ഡയമണ്ട് ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഓണം സൗഹൃദ സദസ്സിന്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. MES ഫാത്തിമ ഗഫൂർ മെമ്മോറിയൽ വനിതാ കോളേജ് ഹാളിലായിരുന്നു MES സംസ്ഥാനതല ഓണം സൗഹൃദ സദസ്സ് സംഘടിപ്പിച്ചത്. മുൻ ആരോഗ്യമന്ത്രി PK ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. MES ഓണാഘോഷത്തിലൂടെ സംസാരിക്കുന്നത് സ്നേഹത്തിന്റെ ഭാഷയാണെന്ന് അദ്ദേഹം പറഞ്ഞു. MES സംസാരിക്കുന്ന സ്നേഹത്തിന്റെ ഭാഷയാണ് നമ്മളെ ഇന്നത്തെ ഒരുമിച്ച് വരവ്. ഈ ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ നമ്മളെല്ലാവരെയും ആദരിക്കുന്ന ഒരു ഇൻക്ലൂസീവ് മിഷൻ, എല്ലാവരെയും സ്വീകരിക്കുന്ന, എല്ലാവരെയും അംഗീകരിക്കുന്ന, എല്ലാവരെയും ആലിംഗനം ചെയ്യുന്ന ഒരു സംസ്കാരം നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ഈ ഇന്ത്യ നിലനിൽക്കുകയുള്ളൂ. MES പ്രസിഡന്റ് ഡോക്ടർ PH ഫസൽ ഗഫൂർ അധ്യക്ഷനായി. മേയർ ബീന ഫിലിപ്പ് മുഖ്യാതിഥിയായി. തോട്ടത്തിൽ രവീന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ഗവാസ്, പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ശാന്തിഗിരി ആശ്രമം മഠാധിപതി സ്വാമി ആത്മബോധ ജ്ഞാന തപസ്വി KT കുഞ്ഞിക്കണ്ണൻ, ഡോക്ടർ ഖദീജ മുംതാസ്, നൂർബീന റഷീദ്, കമാൽ വരദൂർ, കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് EP മുഹമ്മദ്, NP ചെക്കുട്ടി, ഡോക്ടർ IP അബ്ദുൽ സലാം, KV സലീം, ഡോക്ടർ ഹമീദ് ഫസൽ എന്നിവർ സംബന്ധിച്ചു. ഓണപ്പൂക്കളവും ഓണസദ്യയും ഒരുക്കിയിരുന്നു. സമാന രീതിയിൽ 100 കേന്ദ്രങ്ങളിലും ഓണാഘോഷം നടക്കുമെന്ന് MES അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ആരെവിടെ ഇത്തവണത്തെ ഓണം ഓഫറുകൾ കേൾക്കട്ടെ. കേൾക്കാനൊന്നുമില്ല മഹാരാജൻ, എന്നത്തെയും പോലെ നിക്ഷാനിലെ ഓണക്കോടീശ്വരനാണ് ട്രെൻഡിങ്. 75% വരെ വിലക്കുറവിനൊപ്പം നിരവധി സമ്മാനങ്ങളും. ബമ്പർ പ്രൈസ് ഒരു മഹീന്ദ്ര BE6 കാർ, സെക്കൻഡ് പ്രൈസ് 2 ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾ, തേർഡ് പ്രൈസ് 4 ഏത്തർ റിസ്റ്റ സ്കൂട്ടറുകൾ. കമ്പനികൾ നൽകുന്ന കോടിക്കണക്കിന് രൂപയുടെ ഓഫറുകൾക്ക് പുറമെ നിക്ഷാൻ നൽകുന്ന മറ്റ് ഓഫറുകളും അവിടെ കെങ്കേമോണ്. ഓഹോ, എന്നാൽ ഞാനും പോകട്ടെ നിക്ഷാനിലേക്ക്. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. ഫ്രീഡം ടു മൂവ് ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMHൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, സാധാരണ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9061122266. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി, അജ്രക്, ബാത്തിക്, സിൽക്ക് സാരികൾ, കലംകരി, പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ, ഷർട്ട് പീസുകൾ, കുപ്പടം തോത്തികൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാറുകൾ, പരവതാനികൾ, ഉന്നം നിറച്ച കിടക്കുകൾ, റെഡിമെയ്ഡുകൾ, ലുങ്കികൾ, കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കാർപ്പറ്റുകൾ, ചൂരൽ കസേരകൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, കറിക്കത്തികൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, അലങ്കാര ചെടികൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ, ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും, ലെതർ ഉൽപ്പന്നങ്ങൾ, ചെരിപ്പുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. അവശ്യ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് മലബാർ കുക്കിംഗ് ആൻഡ് കാറ്ററിംഗ് യൂണിയൻ.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംഘടനയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി. അവശ്യ സാധനങ്ങളുടെ ഭീമമായ വില വർധനവിനെതിരെയും മയക്കുമരുന്നിന്റെ അമിതമായ കടന്നുകയറ്റത്തിനെതിരെയും തെരുവ് നായ ശല്യത്തിനെതിരെയുമാണ് മലബാർ കുക്കിംഗ് ആൻഡ് കാറ്ററിംഗ് വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. തെരുവ് നായ ശല്യം ഇല്ലാതാക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്ന് MP ആവശ്യപ്പെട്ടു. നായകൾ കടിച്ചാൽ അവർക്ക് ചികിത്സക്ക് ആവശ്യമായ ഫണ്ട് നൽകണം, നഷ്ടപരിഹാരം കൊടുക്കണം, വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഇത് ഇവർ ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് കലക്ടറെ സമീപിക്കാം. ജില്ലാ ഭരണാധികാരികൾ കലക്ടർ ഉത്തരവാദിത്തമുണ്ട്. കലക്ടർ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ജസ്റ്റിസ് സിറ്റിസൺ കമ്മിറ്റിയെ സമീപിക്കാം, നടപടി ഉണ്ടാകും എന്ന് സുപ്രീം കോടതി തീർത്തും പറഞ്ഞിരിക്കുന്നു. ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിൽ വ്യാപകമായി, കേരളത്തിൽ വ്യാപകമായി എല്ലാ പ്രദേശങ്ങളിലും ആർക്കും വഴിനടന്നു പോകാൻ അവസ്ഥ നിലനിൽക്കണം. ആരെ എപ്പോഴും കടിക്കുന്ന ആർക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ഭീകരമായ വസ്തുക്കൾ പരിഹാരം ഉണ്ടാക്കാൻ തീർച്ചയായും സംസ്ഥാന ഗവൺമെന്റ് ഉണർന്നെഴുന്നേൽക്കണം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾ എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഉയർത്തിയ ഈ 3 ആവശ്യങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ മാത്രമല്ല നിങ്ങൾ അറിയിക്കണം. നിങ്ങളുടെ വലിയ മനസ്സിന്റെ മുമ്പിൽ ഞാൻ നമസ്കാരം പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് KK അബ്ദുൽ കരീം അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി ഗോകുൽദാസ്, മുജീബ് വെള്ളയിൽ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. NIT കാലിക്കറ്റിലെ ബിരുദ സമർപ്പണം ഓഗസ്റ്റ് 30-ന് ക്യാമ്പസിലെ രവീന്ദ്രനാഥ് ടാഗോർ ഓഡിറ്റോറിയത്തിൽ നടക്കും. കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ സുകാന്ത മജുംദാർ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്ന് NIT അധികൃതർ അറിയിച്ചു. ബിരുദദാന സമ്മേളനത്തിൽ 1910 പേർ ബിരുദം സ്വീകരിക്കുന്നുണ്ട്. ഇതിൽ 1126 BTech ബിരുദധാരികളും 48 BArch ബിരുദധാരികൾ, 30 മാസ്റ്റർ ഓഫ് പ്ലാനിംഗ് ബിരുദധാരികൾ, 426 മാസ്റ്റർ ഓഫ് ടെക്നോളജി, 97 MSc, 66 MBA, 117 PhD ബിരുദധാരികൾ. 117 എന്ന് പറഞ്ഞ നമ്പർ നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും ഹയസ്റ്റ് ആയ നമ്പറാണ്. 117 PhD ബിരുദധാരികളാണ് ഇപ്രാവശ്യം. NITയിൽ നടക്കുന്ന ചടങ്ങിൽ 1910 വിദ്യാർത്ഥികൾ ബിരുദം ഏറ്റുവാങ്ങും. കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ സുകാന്ത മജുംദാർ മുഖ്യാതിഥിയാകുമെന്ന് അക്കാഡമിക് ഡീൻ പ്രൊഫസർ AB ബാബു അറിയിച്ചു. ലാർസൻ ആൻഡ് ടൂബ്രോ ലിമിറ്റഡ് ഹോൾ ടൈം ഡയറക്ടറും സീനിയർ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റുമായ T മാധവദാസ് വിശിഷ്ടാതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കും. ആഗോള തൊഴിൽ മാന്ദ്യത്തിനിടയിലും തുടർച്ചയായ 4ാം വർഷവും 1000-ലധികം പ്ലേസ്മെന്റ് നേടാൻ NIT കാലിക്കറ്റിന് കഴിഞ്ഞതായും അക്കാഡമിക് ഡീൻ പറഞ്ഞു. ബിരുദ വിദ്യാർത്ഥികളിൽ 85%-ലധികം പേർക്കും ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളിൽ 84%-നും പ്ലേസ്മെന്റ് നേടാനായി. ലാർസൻ ആൻഡ് ടൂബ്രോ ലിമിറ്റഡിന്റെ ഹോൾ ടൈം ഡയറക്ടറും സീനിയർ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റുമായ ശ്രീ മാധവദാസ് ആണ് വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്നത്. NIT കാലിക്കറ്റിലെ 1985 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് അദ്ദേഹം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് സ്റ്റാഫ് കൗൺസിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ് ഉദ്ഘാടനം നിർവഹിച്ചു. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് സ്റ്റാഫ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ നടന്നു. പൂക്കള മത്സരം, തിരുവാതിര, ഫ്യൂഷൻ ഡാൻസ്, ബിസ്ക്കറ്റ് തീറ്റ, ബോൾ, ഗ്ലാസ്, വാട്ടർ മത്സരങ്ങൾ, ഓണപ്പാട്ട്, ഓണസദ്യ, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, പഞ്ചഗുസ്തി മത്സരം, തീറ്റ മത്സരം തുടങ്ങിയ മത്സരങ്ങളിൽ ജീവനക്കാർ ഒന്നടങ്കം അണിനിരന്നു. ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ് ഭദ്രദീപം തെളിയിച്ച് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ മലയാളികളും ഓണത്തെ വരവേൽക്കാൻ തയ്യാറായി നിൽക്കുന്നു. നല്ലോണം, തിരുവോണം, പൊന്നോണം എന്നാണല്ലോ. ഇന്ന് ബാങ്കിൻ്റെ മുറ്റത്ത് എല്ലാ ജീവനക്കാരും ഒത്തൊരുമിച്ച് ഈ വർഷത്തെ ഓണം ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും ഐശ്വര്യവും
സമൃദ്ധിയും ഒത്തൊരുമയും എല്ലാം നേർന്നുകൊണ്ട് ചടങ്ങിൽ സ്റ്റാഫ് കൗൺസിൽ പ്രസിഡന്റ് ഫൗസിയ PP അധ്യക്ഷത വഹിച്ചു. ബാങ്ക് ഡയറക്ടർ അഡ്വക്കേറ്റ് KT രാമചന്ദ്രൻ ഓണദിന സന്ദേശം നൽകി. ബാങ്ക് വൈസ് ചെയർമാൻ K ശ്രീനിവാസൻ, ഡയറക്ടർമാരായ അഡ്വക്കേറ്റ് TM വേലായുധൻ, അഡ്വക്കേറ്റ് A ശിവദാസ്, PM ജയപ്രകാശ്, A അബ്ദുൾ അസീസ്, KT ബീരാൻകോയ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ രാകേഷ് K, നന്ദു KP, ജനറൽ മാനേജർ സാജു ജെയിംസ് എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും ഗെയിമുകളും ഓണസദ്യയൊക്കെ ആയിട്ട് ഇന്ന് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിന്റെ എല്ലാ ജീവനക്കാരും ഇന്നിവിടെ ഒത്തുകൂടുകയാണ്. എല്ലാവർക്കും ഓണാശംസകൾ. പരിപാടിക്ക് സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി K അൻവർ ഷാദ്, രാകേഷ് കായലം തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ആരെവിടെ ഇത്തവണത്തെ ഓണം ഓഫറുകൾ കേൾക്കട്ടെ. കേൾക്കാനൊന്നുമില്ല മഹാരാജൻ, എന്നത്തെയും പോലെ നിക്ഷാനിലെ ഓണക്കോടീശ്വരനാണ് ട്രെൻഡിങ്. 75% വരെ വിലക്കുറവിനൊപ്പം നിരവധി സമ്മാനങ്ങളും. ബമ്പർ പ്രൈസ് ഒരു മഹീന്ദ്ര BE6 കാർ, സെക്കൻഡ് പ്രൈസ് 2 ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾ, തേർഡ് പ്രൈസ് 4 ഏത്തർ റിസ്റ്റ സ്കൂട്ടറുകൾ. കമ്പനികൾ നൽകുന്ന കോടിക്കണക്കിന് രൂപയുടെ ഓഫറുകൾക്ക് പുറമെ നിക്ഷാൻ നൽകുന്ന മറ്റ് ഓഫറുകളും. അവിടെ കെങ്കേമോണ്. ഓഹോ, എന്നാൽ ഞാനും പോകട്ടെ നിക്ഷാനിലേക്ക്. പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. ഫ്രീഡം ടു മൂവ് ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMH ൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, സാധാരണ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9061112266. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. Bobby Chamanur International Jeweler. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി, അജ്രക്, ബാത്തിക്, സിൽക്ക് സാരികൾ, കലംകരി, പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ, ഷർട്ട് പീസുകൾ, കുപ്പടം തോത്തികൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാറുകൾ, പരവതാനികൾ, ഉന്നം നിറച്ച കിടക്കുകൾ, റെഡിമെയ്ഡുകൾ, ലുങ്കികൾ, കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കാർപ്പറ്റുകൾ, ചൂരൽ കസേരകൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, കറിക്കത്തികൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, അലങ്കാര ചെടികൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ, ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും, ലെതർ ഉൽപ്പന്നങ്ങൾ, ചെരിപ്പുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മറയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് 2014 വരെ ഭരണം നിയന്ത്രിച്ചിരുന്ന RSS പിന്നീട് ഭരണം നേരിട്ട് നിയന്ത്രിക്കാൻ തുടങ്ങിയതിന്റെ ദുരന്തങ്ങളാണ് രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് SDPI ദേശീയ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷെഫി ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വോട്ടുകൊള്ളക്കാരിൽ നിന്നും രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യമുയർത്തി സെപ്റ്റംബർ 25 വരെ SDPI നടത്തുന്ന ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട്ട് നടന്നു. ദേശീയ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷെഫി ഉദ്ഘാടനം ചെയ്തു. RSS ഭരണം നേരിട്ട് നിയന്ത്രിക്കാൻ തുടങ്ങിയതിന്റെ ദുരന്തങ്ങളാണ് രാജ്യം ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് P അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. ദേശീയ വൈസ് പ്രസിഡന്റ് BM കാംബ്ലെ, ദേശീയ ജനറൽ സെക്രട്ടറിമാരായ P അബ്ദുൽ മജീദ് ഫൈസി, യാസ്മിൻ ഫാറൂഖി, ദേശീയ പ്രവർത്തക സമിതി അംഗം മൂവാറ്റുപുഴ അഷറഫ് മൗലവി, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി തുടങ്ങിയവർ സംസാരിച്ചു. ഈ കൊടും ഹീനമായ പ്രവർത്തനം, ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനത്തിന് അതിന് പിന്നിൽ നിന്ന് എല്ലാ സഹായം ചെയ്തു കൊടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുന്നിട്ടിറങ്ങിയുള്ള ദുരന്ത
നമുക്ക് രാജ്യത്ത് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോകത്തിലെ മുൻനിര ഇലക്ട്രോണിക്സ് ബ്രാൻഡായ LG ഇലക്ട്രോണിക്സിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം LG ബെസ്റ്റ് ഷോപ്പ് കോഴിക്കോട് അരയടത്തുപാലത്ത് പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. LGയുടെ എല്ലാ പ്രീമിയം ഹോം അപ്ലയൻസുകളും എന്റർടൈൻമെന്റ് ഉൽപ്പന്നങ്ങളും LG ബെസ്റ്റ് ഷോപ്പിൽ ലഭ്യമാകും. ഓണം പ്രമാണിച്ച് LG നിരവധി ഓഫറുകളും ഇളവുകളുമാണ് ഉപഭോക്താക്കൾക്കായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുത്ത മോഡലുകൾ വാങ്ങുമ്പോൾ 26% വരെ ക്യാഷ് ബാക്ക്, ഒരു EMI സൗജന്യം, 888 രൂപ മുതൽ EMI എന്നിവയും, ഗ്ലാസ് ബൗൾ കിറ്റ്, മിനി റെഫ്രിജറേറ്റർ പ്രൊഡക്റ്റുകൾക്ക് അധിക വാറണ്ടി, സൗജന്യ മെയിൻ്റനൻസ്, തിരഞ്ഞെടുത്ത LG ടിവികളിൽ സൗജന്യമായി 100-ലധികം ചാനലുകൾ, LG സൗണ്ട് ബാർ ഉൽപ്പന്നങ്ങളിൽ 30% വരെ ഡിസ്കൗണ്ട് തുടങ്ങി അത്യാകർഷകമായ വൈവിധ്യമാർന്ന ആനുകൂല്യങ്ങളും ഇളവുകളും ലഭിക്കും. ഇതിനും പുറമെ ഓരോ 10 ദിവസം കൂടുന്തോറും നടക്കുന്ന ലക്കി ഡ്രോയിലൂടെ ഉപഭോക്താക്കൾക്ക് 100 LG ഉൽപ്പന്നങ്ങൾ വരെ നേടാനുള്ള സുവർണാവസരവും ഒരുക്കിയിട്ടുണ്ട്. കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്ത് സെൻട്രൽ ഇ ഷോപ്പ് എന്ന പേരിൽ LGയുടെ എല്ലാ പ്രൊഡക്റ്റുകളും ഇവിടെ എക്സ്ക്ലൂസീവായി തന്നെ ഇവിടെ ലഭിക്കുന്നതാണ്. ഈ രംഗത്ത് വളരെ പരിചയസമ്പന്നരായ സെൻട്രൽ ഗ്രൂപ്പാണ് ഇത് നടത്തുന്നത്. നിങ്ങളെല്ലാവരുടെയും പരിപൂർണമായ സഹകരണം, പ്രാർത്ഥന ഉണ്ടാവണം. എല്ലാവിധ ആശംസകൾ നേരുന്നു. മികച്ച ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് എത്തിക്കുക എന്നതാണ് LG ബെസ്റ്റ് ഷോപ്പ് ലക്ഷ്യമിടുന്നതെന്ന് സാരഥികൾ പറഞ്ഞു. എല്ലാം ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റോറൂം കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് എക്സ്ക്ലൂസീവ് ഷോപ്പ്. ഇത് 20ാമത്തെ ഷോറൂമാണ്. ഓൾ ഇന്ത്യയിൽ നമുക്ക് 750 മേലെ എക്സ്ക്ലൂസീവ് ഷോറൂംസ് ഉണ്ട്. ഓണത്തിൻ്റെ എല്ലാ ഓഫറുകളും ഈ ഷോറൂമിലും അപ്ലിക്കബിൾ ആണ്. കൂടാതെ LGയുടെ എല്ലാ ലേറ്റസ്റ്റ് പ്രോഡക്റ്റും ഇവിടെ ഡിസ്പ്ലേയിൽ അവൈലബിൾ ആണ്. ഒരുപാട് വ്യത്യസ്തമായ മോഡലുകളൊക്കെ ഇറക്കിക്കൊണ്ടാണ് സ്ഥാപനം ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. ഇത് വലിയ ഒരു മാറ്റത്തിന് വഴിതെളിക്കും എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. KVVEA സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് P. കുഞ്ഞാവു ഹാജി, LG സീനിയർ വൈസ് പ്രസിഡന്റ് സുധീർ P. എന്നിവർ സംസാരിച്ചു. TMA റൌഫ് സഖോഫി, LG സെൻട്രൽ ഗ്രൂപ്പ് MD നൌഷാദ് കലപ്പാടൻ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. താമരശ്ശേരി ചുരം റോഡിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം ജില്ലാ കളക്ടർ സന്ദർശിച്ചു. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം ഓഗസ്റ്റ് 31 ആനക്കാംപൊയിലിൽ. MES ഓണാഘോഷത്തിലൂടെ സംസാരിക്കുന്നത് സ്നേഹത്തിന്റെ ഭാഷയെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. അവശ്യ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് മലബാർ കുക്കിംഗ് ആൻഡ് കാറ്ററിംഗ് യൂണിയൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.